നമസ്കാരം. ഡൽഹി തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണങ്ങൾക്ക് അവസാനം കുറിച്ചുകൊണ്ടുള്ള കുട്ടിക്കലാശം ഇന്നലെ കടന്നുപോയി. ഡൽഹി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മുതൽ തന്നെ വലിയ രീതിയിലുള്ള വിവാദങ്ങളും പരാമർശങ്ങളുടെയും ഒക്കെ തന്നെ ഒരു നീണ്ട നിര തന്നെയായിരുന്നു മത്സരരംഗത്തുള്ള 3 പാർട്ടികളിലും നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. എന്നാൽ തന്നെയും കോൺഗ്രസിൻ്റെ അതിശക്തമായിട്ടുള്ള ഒരു സാന്നിധ്യം ഇത്തവണത്തെ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെയും അതോടൊപ്പം തന്നെ പ്രിയങ്ക ഗാന്ധിയുടെയും ഒക്കെ തന്നെ രാപ്പകലില്ലാത്ത സാന്നിധ്യമുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തന്നെയായിരുന്നു ഡൽഹി ഇത്തവണ സാക്ഷ്യം വഹിച്ചത്. അതിന് പകരമെന്നോണം തന്നെ BJPയുടെ ഭാഗത്തും പ്രത്യേകിച്ചും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഇറക്കി വരെ BJP അവരുടെ പ്രചരണം കൊഴുപ്പിക്കുകയും ചെയ്തു. എന്നാൽ അരവിന്ദ് കെജ്രിവാളിനെ കേന്ദ്രീകരിച്ചായിരുന്നു എല്ലായ്പ്പോഴും ആം ആദ്മി പാർട്ടി അവരുടെ പ്രചരണങ്ങൾ നടത്താറുണ്ടായിരുന്നത്. പ്രത്യേകിച്ചും ജനങ്ങളുടെ നേതാവായി ഉയർത്തിയായിരുന്നു കഴിഞ്ഞ തവണയെല്ലാം തന്നെ ആം ആദ്മി പാർട്ടി തങ്ങളുടെ പ്രചരണം നടത്തിയത്. പക്ഷേ ഇത്തവണയാകട്ടെ അഴിമതിയിൽ കുളിച്ച നേതാവായി മാറിയിരിക്കുകയാണ് അരവിന്ദ് കെജ്രിവാൾ. നീണ്ട കാത്തിരിപ്പിനൊടുവിൽ നാളെ ഡൽഹിയുടെ വിധി എഴുതുകയാണ്. 70 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. അഴിമതിക്കാരായിട്ടുള്ള ഭരണാധികാരികളുടെ കയ്യിൽ നിന്നും ഡൽഹിയെ രക്ഷിക്കുക എന്നത് മാത്രമാണ് ഇത്തവണത്തെ പ്രധാന ലക്ഷ്യമെന്നാണ് കോൺഗ്രസും BJPയും ഒരുമിച്ച് പറയുന്നത്. പരസ്യ പ്രചരണം ഇന്നലെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയപ്പോഴും ഡൽഹിയിലേക്ക് എത്തിയത് BJP കോൺഗ്രസ് നേതാക്കന്മാരുടെ ഒരു നീണ്ട നിര തന്നെയായിരുന്നു. അമിത്ഷാ, നരേന്ദ്രമോദി, പ്രിയങ്ക ഗാന്ധി, രാഹുൽ ഗാന്ധി തുടങ്ങിയവർ തീവ്ര പ്രചരണം നടത്തി. രാഹുൽ ഗാന്ധിയെപ്പോലെ ഒരു കോൺഗ്രസ് നേതാവ് അതും ആം ആദ്മിക്കെതിരെ ആഞ്ഞടിക്കുമ്പോൾ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് അത്ര സുഖകരമാവുകയില്ല എന്ന കാര്യം കേജ്രിവാളിന് ഉറപ്പിക്കാം. സഖ്യകക്ഷികളായിട്ടുള്ള കോൺഗ്രസും അതോടൊപ്പം തന്നെ ആം ആദ്മിയും തമ്മിലുള്ള ഒരു നേർക്കുനേർ പോരാട്ടത്തിന് തന്നെയാണ് ഇത്തവണ ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് സാക്ഷ്യം വഹിക്കുന്നത്. കോൺഗ്രസ് ഇത്തരത്തിൽ ആളിക്കത്തി പ്രചരണം നടത്തുമ്പോൾ അതിൽ ഭയം കൊണ്ടാവണം ബജറ്റ് എന്ന തന്ത്രം ഉപയോഗിച്ചുകൊണ്ട് ഡൽഹി ഭരണം പിടിച്ചെടുക്കാനായിട്ട് BJP ഇപ്പോൾ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ ഡൽഹിയിൽ ഒരു വിഭാഗം ജനങ്ങളെ ഉന്നം വെച്ചുകൊണ്ട് വൻതോതിലുള്ള നികുതി ഇളവ് പ്രഖ്യാപിച്ചുകൊണ്ടാണ് BJP ഇപ്പോൾ അവരുടെ പുതിയ തന്ത്രം പയറ്റിയിരിക്കുന്നത്. ശീഷ് മഹൽ വിവാദം, അതുപോലെ തന്നെ യമുന നദി വിവാദം തുടങ്ങി നിരവധി വിവാദങ്ങളാണ് കേജ്രിവാളിനെതിരെ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. ഇത്തരത്തിൽ കോൺഗ്രസ് വലിയൊരു ശക്തിയായി തന്നെ ഡൽഹിയിൽ ഇപ്പോൾ വളർന്നു വരുമ്പോൾ BJPക്കും അതോടൊപ്പം തന്നെ ആം ആദ്മിക്കും രക്ഷയുണ്ടാവുകയില്ല എന്ന് തന്നെയാണ് ഇവിടെ കോൺഗ്രസ് വ്യക്തമാക്കുന്നത്. 27 വർഷങ്ങൾക്ക് ശേഷം ഡൽഹി തങ്ങളുടെ കയ്യിലാക്കണമെന്ന അജണ്ടയുമായിട്ടാണ് BJP ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അതേസമയം തന്നെ തുടർഭരണം തങ്ങൾക്കുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടിയും മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഈ പാർട്ടികളുടെ എല്ലാം തന്നെ ഭരണത്തിൽ പൊറുതിമുട്ടിയ ജനങ്ങൾ കോൺഗ്രസിനെ പരിഗണിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. എന്തൊക്കെയായാലും നാളെ ആ ജനവിധി വരുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം എന്ന് മാത്രമേ പറയാനുള്ളൂ. എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. Please subscribe our channel.